ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക് പ്രോഗ്രാമിൻ്റെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. ഓൾറെഡി നമ്മൾ ലോജിക് പ്രോഗ്രാമിങ്ങിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. അത് ലോജിക് പ്രോഗ്രാമിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പ്രൊലോഗ് പറഞ്ഞു. പ്രൊലോഗിൻ്റെ കുറേ ഫീച്ചേഴ്സ് പഠിച്ചു. ഇനി കുറച്ച് ഫീച്ചേഴ്സും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. റെസല്യൂഷൻ ആൻഡ് യൂണിഫിക്കേഷൻ. റെസല്യൂഷൻ ആൻഡ് യൂണിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റെസല്യൂഷൻ, എന്താണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെസല്യൂഷൻ പ്രിൻസിപ്പിളിൽ നമ്മളെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പം രണ്ട് ഫാക്റ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേറൊന്ന് ഇന്റർഫിയർ ചെയ്തെടുക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതായത് ഒരു എന്താണ് അൺബൗണ്ടഡ് ആയിട്ടുള്ള ഒരു വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസല്യൂഷൻ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്നും കൂടെ ഒരു ഡെഫിനേഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. റെസല്യൂഷൻ പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് C1 C2 രണ്ട് ഹോൺ ക്ലോസസ് ആണെങ്കിൽ C1ന്റെ ഹെഡ് മാച്ചസ് വൺ ഓഫ് ദ ടേം ഓഫ് ദ ബോഡി ഓഫ് ദ C2 ആണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം C2 വിത്ത് ദ ബോഡി ഓഫ് C1. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് ലൈക്ക് ടേം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈക്ക് ടേംസ് വരുന്ന ഫാക്റ്റിലൊക്കെ ലൈക്ക് ടേംസ് വരുന്ന ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടല്ലേ മൂന്നാമതൊരു ടേം ഉണ്ടാക്കിയിരുന്നത്. അത് തന്നെയാണ്, ആ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് എന്താണ് ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് അവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. C1 C2 രണ്ട് ഹോൺ ക്ലോസസ് ആണെങ്കിൽ C1ന്റെ ഹെഡ് C2ന്റെ ടേമുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് C2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അത്ര മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ ആയിട്ട് അവർ പറഞ്ഞു. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ 4 റൂൾ ഫാക്റ്റ് എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു റൂളും ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫാക്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ടേക്സ് ജെയിൻ ഡോ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, അവരുടെ സബ്ജക്റ്റ് ആണ് ഹിസ് 21. പിന്നെ ടേക്സ് ജെയിൻ ഡോ എടുത്തിരിക്കുന്ന അടുത്ത സബ്ജക്റ്റ് ആണ് CS 254. അടുത്തതുപോലെ ടേക്സ് അജിത് ചന്ദ്ര എന്ന് പറയുന്ന ആൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ആണ് ആർട്ട് 302. അതുപോലെ അജിത് ചന്ദ്ര എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ആണ് CS 254. ഫാക്റ്റുകളാണ്. ഇതൊന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഫാക്റ്റ് ആണ് ഇത്. എക്സും സെഡും എടുത്തിരിക്കുന്ന, അതായത് എക്സും വൈയും എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് സെഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവർ ക്ലാസ്മേറ്റ് ആണെന്ന് നമുക്ക് ഇന്റർഫിയർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, XY ക്ലാസ്മേറ്റ് ആണ് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് ഒരു അൺബൗണ്ടഡ് വേരിയബിൾ ആണ്, വൈയും സെഡും ഒക്കെ അൺബൗണ്ടഡ് വേരിയബിൾ ആണ്. ഇവിടെ നിങ്ങൾ എക്സിന് ജെയിൻ വെച്ച് റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കും, സെഡിന് നിങ്ങൾ CS 254 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇവിടെ വൈക്ക് നിങ്ങൾ അജിത് ചന്ദ്ര വെച്ച് റീപ്ലേസ് ചെയ്തു, സെഡിന് നിങ്ങൾ CS 254 വെച്ച് റീപ്ലേസ് ചെയ്തു. സോ ജെയിൻ ഡോയും എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്താണ്, CS 254 ആണ്. സോ CS 254 ആണ് ജെയിൻ ഡോയും അജിത് ചന്ദ്രയും എടുത്തതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജെയിൻ ഡോയും അജിത് ചന്ദ്രയും ആരാണ്, ക്ലാസ്മേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് റെസല്യൂഷൻ. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, വേറെ മാതിരി ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഫാക്ട് എഴുതി അതൊന്ന് റൂൾ ഇന്റർഫിയർ ചെയ്തെടുത്തു. ആ റൂള് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഓക്കെ, അതായത് എക്സും വൈയും എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് CS 254 ആണെങ്കിൽ എക്സും വൈയും നമുക്ക് എന്ത് പറയാം, അവർ ക്ലാസ്മേറ്റ് ആണെന്ന് പറയാം. ഓക്കെ, നേരത്തെ പറഞ്ഞ അതിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ലിസ്റ്റ് നൊട്ടേഷൻ ഇൻ പ്രൊലോഗ്. നമ്മൾ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതില്? ലിസ്പിൽ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫങ്ഷണൽ ലാംഗ്വേജ് പഠിച്ചപ്പോൾ സ്കീമിൽ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രൊലോഗ് എന്ന് പറയുന്ന ലാംഗ്വേജിലും നമുക്ക് ലിസ്റ്റ് നൊട്ടേഷൻ ഉണ്ട്, ലിസ്റ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിൽ ലിസ്റ്റ് ഓപ്പറേഷൻസ് 2-3 ഓപ്പറേഷൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിൽ നമ്മൾ കോൺസ് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, CDR, CAR, ലിസ്റ്റ് അപ്പൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും കുറച്ച് ഓപ്പറേഷൻസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക, 5:279. ഇത് എന്ന് പറയുന്നത്, ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 5279 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങളൊരു കോളൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കണ്ടല്ലോ. ഈ ഓപ്പറേറ്റർ ഇതിന് ഇക്വലന്റ് ആണ്. നമ്മൾ ലിസ്റ്റ് സ്കീമിൽ ലിസ്റ്റ് പഠിച്ചില്ലേ, അതിൽ കോൺസ് ഓപ്പറേറ്റർ പഠിച്ചില്ലേ. കോൺസ് ഓപ്പറേറ്റർ എന്താ ചെയ്തിരുന്നത്, അവിടെ ഒരു ലിസ്റ്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ
ഇവിടെ കോളൻ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? കോൺസ് ഓപ്പറേറ്ററിന് ഇക്വലന്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു ലിസ്റ്റ് ക്രിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. 5274 എന്ന് പറയുമ്പോൾ ഇത് ഈ രണ്ട് ടേമുകളും കൂടി ചേർന്നുള്ള ഒരു റിസൾട്ടന്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു വന്നു. സോ 5279. സോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ലിസ്റ്റ് ക്രിയേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് രണ്ട് ഡോട്ട് ഓപ്പറേറ്റർ ആണ്. ആ ഡോട്ട് ഓപ്പറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. 13.7.11 എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? ഡോട്ട് എന്ന് പറയുന്നത് 3 കഴിഞ്ഞിട്ടാണ് .11. ദാറ്റ് മീൻസ് റിസൾട്ടന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് 13 കഴിഞ്ഞിട്ട് 57911. അതായത് ഇതിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 മുതൽ 11 വരെയുള്ള ഒരു ലിസ്റ്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇത് എങ്ങനെയുള്ള ലിസ്റ്റ് ആണ്? എന്തുകൊണ്ടാണ് ഇവിടെ 135791 എന്ന് വന്നത്? ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, 1 കഴിഞ്ഞിട്ട് 3 ആണ് വന്നത്. തൊട്ടടുത്ത ടേം 3 ആണ്. സോ ഒരു 2 കഴിഞ്ഞിട്ടാണ് അടുത്ത 3 വന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 മുതൽ 11 വരെ എന്ന് പറയുമ്പോൾ ഏത് ഓർഡറിലാണ് വരിക? 3 കഴിഞ്ഞിട്ട് 5, 2 ആഡ് ചെയ്തിട്ടുള്ള ഇതിലാണ് വരിക. 7, 9, 11 ആ രീതിയിലാണ് റിസൾട്ടന്റ് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, കാരണം എന്താണ്? 1 കഴിഞ്ഞിട്ട് അടുത്ത ടേം ഏതാണ്? 3 ആണ്. സോ നെക്സ്റ്റ് ടൈം ഏതായിരിക്കും? 5 ആയിരിക്കും. നെക്സ്റ്റ് ടേം 7 ആയിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഡോട്ട് ഓപ്പറേറ്റർ എന്താണ്? ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ആൻ അരിത്മെറ്റിക് സീരീസ് ഇൻ എ ലിസ്റ്റ്. ഒരു സീരീസ് റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ സീരീസ് ഏത് ഓർഡറിലാണ്? ഒരു ഓഡ് നമ്പേഴ്സിന്റെ ഓർഡറിലാണ്. 1 കഴിഞ്ഞ് 2 കൂട്ടിയിട്ടാണ്, പിന്നെ 3 കഴിഞ്ഞ് 2 കൂട്ടി, 5 കഴിഞ്ഞ് 7, പിന്നെ 7 കഴിഞ്ഞ് 9, 10, 9 കഴിഞ്ഞ് 11. അതായത് ഒരു അരിത്മെറ്റിക് ലിസ്റ്റ്, ഒരു സീരീസ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് നമുക്ക് കിട്ടുക. ആ സീരീസ് ലിസ്റ്റിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ഫാറ്റ് അടുത്ത ഒരു 4 നമ്പർ വന്നിട്ട് അടുത്ത 2 നമ്പർ ഏതാണെന്ന് എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ അടുത്ത നമ്പർ നിങ്ങൾ എഴുതുന്നത്? ഈ ഒരു പാറ്റേൺ നോക്കി ആ പാറ്റേൺ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടാവും. ആ സിമിലാരിറ്റി വെച്ചിട്ടായിരിക്കും അടുത്ത 2 ടേം നിങ്ങൾ എഴുതുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ ഇവിടെ എന്താണ്? നമുക്ക് സീരീസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അരിത്മെറ്റിക് സീരീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ അതിന്റെ ഇടയിലുള്ള ടേമുകളൊക്കെ ആ സീരീസ് ഇതിനനുസരിച്ച് ഫില്ല് ചെയ്ത് വരും. ഒന്നുമില്ല, അത്രത്തോളം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഇതിനിടയിലുള്ള ടേം നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി 135++246 അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കൺകാറ്റിനേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ്? ഈ രണ്ട് ലിസ്റ്റും തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് റിസൾട്ടിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് 135,246. ഇതാണ് കൺകാറ്റിനേഷൻ. ഇതാണ് ലിസ്റ്റ് ബേസിക് ആയിട്ടുള്ള പ്രൊലോഗിലുള്ള ലിസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ലിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ മതി. ലിസ്റ്റ് നമ്മൾ സ്കീമിലൊക്കെ പഠിച്ച ഡെഫിനിഷൻ തന്നെ ഇവിടെ എഴുതാം. അതുപോലെ എന്താണ്? ഇതിനെ 3 ഓപ്പറേറ്ററിന്റെ 3 എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം. ഇത്രയൊക്കെ ചോദിക്കും, ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി അടുത്തത് ടെയിൽ ഓഫ് ദ ലിസ്റ്റ്. നമ്മളിപ്പോ ഒരു ടെയിൽ ഓഫ് ദ ലിസ്റ്റ് നമുക്ക് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? ഒരു ബാർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, an optional vertical bar that delimit the tail. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലിസ്റ്റ് ABC എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിന് നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. A⁻BC എന്ന് പറയുമ്പോൾ ഇതിലെ ടെയിൽ ഓഫ് ദ ലിസ്റ്റ് എന്ന് പറയുന്നത് ബാറിന് ശേഷമുള്ള ഇത് ഒരു ലിസ്റ്റിന്റെ ടെയിൽ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ AB കഴിഞ്ഞിട്ട് bar C, അപ്പൊ ഇവിടെ ടെയിൽ ഓഫ് ദ ലിസ്റ്റ് ഏതാണ്? C ആണ് ടെയിൽ ഓഫ് ദ ലിസ്റ്റ്. ഇനി നിങ്ങൾക്ക് ABC കഴിഞ്ഞിട്ട് ബാർ കഴിഞ്ഞിട്ട് ഒരു നൾ ലിസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇതെന്താണ്? നള്ളാണ് ടെയിൽ ഓഫ് ദ ലിസ്റ്റ്. ഓക്കെ, ടെയിൽ ഓഫ് ദ ലിസ്റ്റ് നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു വെർട്ടിക്കൽ ബാറിന് ശേഷമുള്ളത് എന്താണ്? എല്ലാം ടെയിൽ ഓഫ് ദ ലിസ്റ്റ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ ബാറിന് ശേഷമുള്ള എല്ലാം നമുക്ക് ടെയിൽ ആയിട്ട് പറയാം. ഇവിടെ A ആണ് ഹെഡ്, ബാക്കിയൊക്കെ എന്താണ്? ടെയിൽ ആണ്. ഇവിടെ Aയും Bയും കഴിഞ്ഞിട്ട് ടെയിൽ എന്ന് പറയുന്നത് ഏതാണ്? C മാത്രമാണ്. അടുത്ത കഴിഞ്ഞിട്ട് ABC എന്ന് പറയുന്നത് എന്താണ്? ABC കഴിഞ്ഞ് അതിനുശേഷം ഒരു ടെയിൽ ഓഫ് ദ ലിസ്റ്റ്. ഓക്കെ, ഇവിടെ നൾ ലിസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ടെയിൽ ഓഫ് ദ ലിസ്റ്റ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ വെർട്ടിക്കൽ ബാറിന് ശേഷമുള്ളതൊക്കെ എന്താണ്? ടെയിൽ ഓഫ് ദ ലിസ്റ്റ് ആണ്. നെക്സ്റ്റ് സെർച്ച് ഫോർ എക്സിക്യൂഷൻ ഓർഡർ. നമ്മളൊരു പ്രൊലോഗിൽ എങ്ങനെയാണ് ഒരു എക്സിക്യൂഷൻ ഓർഡർ വരുന്നത്? 2 രീതിയിൽ എക്സിക്യൂഷൻ ഓർഡർ വരാം. അതായത് നമ്മളൊരു ഗോളിൽ എത്തുന്നത് എങ്ങനെയാണ്, നമ്മളൊരു ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അത് 2 രീതിയിലാവാം. ബോട്ടം അപ്പ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഫോർവേഡ് ചെയിനിങ്, ടോപ്പ് ഡൗൺ റെസൊല്യൂഷൻ ഓർ ബാക്ക്വേർഡ് ചെയിനിങ്. എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഈ ഫോർവേഡ് ചെയിനിങ്? ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത് start with the existing clause and work forward and attempting to
and attempting to derive the goal. ആ സ്ട്രാറ്റജീനെയാണ് നമ്മൾ ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത്, നമ്മൾ സാധാരണ ഒരു സിയിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 മുന്നോട്ട് 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 പോയിട്ടാണ് നമ്മളെ ലാസ്റ്റ് ഫൈനൽ നമ്മളെ ഗോളിലേക്ക് എത്തുന്നത്. ഓക്കെ, നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഗോളിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിലെന്താണ് സ്റ്റാർട്ടിങ് വിത്ത് എക്സിസ്റ്റിംഗ് ക്ലോസസ്. പ്രൊലോഗിലൊക്കെ എല്ലാം നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? ക്ലോസസ് ആയിട്ടാണ് പറയുന്നത്, ആക്സിയോംസ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്ലോസസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഗോളിലോട്ട് മുന്നോട്ട് പോവാണ്. ആ ക്ലോസ് വെച്ചിട്ട് ഓരോ ഇത് ഡിറൈവ് ചെയ്തെടുത്തു എന്താണ് റെസൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഓരോന്നോരോന്ന് ഡിറൈവ് ചെയ്തെടുത്തു ഫൈനൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എത്തും. ഇതാണ് ഫോർവേഡ് ചെയിനിങ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബാക്ക്വേർഡ് ചെയിനിങ് അത് നിങ്ങൾക്കറിയാം. അതായത് സ്റ്റാർട്ട് വിത്ത് ദ ഗോൾ. എന്താണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് അവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൈമിന്റെ ഔട്ട്പുട്ട് വേണം. ആ പ്രൈമിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിലോട്ട് പോകും. അതിനെയാണ് ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഔട്ട്പുട്ടിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ഔട്ട്പുട്ട് വെച്ചിട്ട് നിങ്ങൾ ബാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, if the number of existing rule is very large but the number of fact is small, അതായത് നമ്പർ ഓഫ് റൂൾസ് കൂടുതലും നമ്പർ ഓഫ് ഫാക്ട് കുറവുമാണെങ്കിൽ ഫോർവേഡ് ചെയിനിങ് ആണ് കുറച്ചുകൂടെ എന്താണ് ബാക്ക്വേർഡ് ചെയിനിങ്ങിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ മോസ്റ്റ് സർക്കംസ്റ്റാൻസസ് ബാക്ക്വേർഡ് ചെയിനിങ് ടേൺ ഔട്ട് ടു ബി മോർ എഫിഷ്യൻറ്റ്. പ്രൊലോഗ് ഈസ് ഡിഫൈൻഡ് ടു യൂസ് ബാക്ക്വേർഡ് ചെയിനിങ്. അതായത് ബാക്ക്വേർഡ് ചെയിനിങ് ആണ് പ്രൊലോഗ് എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. കാരണം ബാക്ക്വേർഡ് ചെയിനിങ് ആണ് ഈ പ്രൊലോഗ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ കയ്യിലുള്ള റൂൾസ് ഒക്കെ കുറേ ഉണ്ട്, പിന്നെന്താണ് നമ്മളെ ഫാക്ട്സ് കുറച്ച് കുറവാണുള്ളത്. അങ്ങനെയുള്ള കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സൊല്യൂഷൻ ഈസി ആയിട്ട് കണ്ടെത്താൻ നമുക്ക് ഫോർവേഡ് ചെയിനിങ് ആണ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ പ്രൊലോഗ് കൂടുതലും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ബാക്ക്വേർഡ് ചെയിനിങ്ങിലാണ്. അപ്പോൾ ഫോർവേഡ് ചെയിനിങ് എന്താണെന്ന് മനസ്സിലായി, ബാക്ക്വേർഡ് ചെയിനിങ് എന്താണെന്ന് മനസ്സിലായി. നമ്പർ ഓഫ് റൂൾസ് കൂടുതലും ഫാക്ട് കുറവുള്ള കേസിൽ ഫോർവേഡ് ചെയിനിങ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ മോസ്റ്റ് സർക്കംസ്റ്റാൻസസിലും എന്താണ് യൂസ് ചെയ്യുന്നത്? ബാക്ക്വേർഡ് ചെയിനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ബാക്ക്വേർഡ് ചെയിനിങ്ങിന്റെ ഫോർവേഡ് ചെയിനിങ്ങിന്റെയും നേരത്തെ പറഞ്ഞ നമ്മുടെ കുറേ കാര്യങ്ങളൊന്നും കൂടെ അവർ പറയാണ്. ഫോർവേഡ് ചെയിനിങ് ആണെങ്കിൽ ഡിറൈവ് ദ ഗോൾ ഫ്രം എക്സിസ്റ്റിംഗ് ആക്സിയോംസ്. നമ്മൾ കയ്യിലുള്ള ആക്സിയോംസ് അല്ലെങ്കിൽ ക്ലോസസ് വെച്ചിട്ട് നമ്മളൊരു ഗോൾ ഡിറൈവ് ചെയ്തെടുക്കും. പക്ഷെ ബാക്ക്വേർഡ് ചെയിനിങ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റാർട്ട് വിത്ത് ദ ഗോൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് അറ്റംപ്റ്റ് ടു റിസോൾവ് ദം വർക്കിംഗ് ബാക്ക്വേർഡ്. തിരിച്ച് ബാക്ക്വേർഡ് ചെയ്ത് പോകും. ഓക്കെ, ബാക്ക്വേർഡ് ചെയിനിങ് ഈസ് യൂഷ്വലി മോർ എഫിഷ്യൻറ്റ്. ഓക്കെ, ഇപ്പോൾ പ്രൊലോഗിൽ നമ്മൾ കൂടുതലും എന്താണ് ബാക്ക്വേർഡ് ചെയിനിങ് ആണ് കൂടുതലും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് റൂൾസ് കൂടുതലും ഫാക്ട് കുറവുള്ള കേസിൽ ഫോർവേഡ് ചെയിനിങ് ആണ് കുറച്ചും കൂടെ എഫിഷ്യൻറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ പറഞ്ഞത്. ഇനി അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ബാക്ക്വേർഡ് ചെയിനിങ് പ്രൊലോഗിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പിക്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാക്റ്റുകൾ. അതിൽ നിന്നൊരു റൂള് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. റെയിനി സീറ്റിൽ, റെയിനി റോഞ്ചസ്റ്റർ, കോൾഡ് റോഞ്ചസ്റ്റർ, ഈ 3 ഫാക്റ്റിൽ നിന്ന് ഞാനൊരു റൂള് ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്നോവി എക്സ് എന്ന് പറയുന്ന ഒരു റൂള്. റെയിനി എക്സും കോൾഡ് എക്സും. റെയിനി എക്സും കോൾഡ് എക്സും ആണെങ്കിൽ അത് സ്നോവി എക്സ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം റെയിനി എക്സിന്റെ വാല്യൂ, അതായത് എക്സ് ഈസ് ആൻ അൺബൗണ്ട് വേരിയബിൾ, അതിന് നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും ബൗണ്ട് ചെയ്യാം. ആ വേരിയബിൾ എക്സും റെയിനി എക്സും കോൾഡ് എക്സും ആണെങ്കിൽ മാത്രം അത് സ്നോവി എക്സ് ആവുന്നത്. അപ്പൊ ഇതില് റെയിനിക്ക് 2 വേരിയബിൾസ് വരാം, സീറ്റിലും റോഞ്ചസ്റ്ററും. പക്ഷെ കോൾഡിന് റോഞ്ചസ്റ്റർ മാത്രമേ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. പക്ഷെ ഈ ഒരു ഇതിൽ എന്ത് മാത്രമാണ് വരാനുള്ള പോസിബിലിറ്റി? എക്സിന് എന്തൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളൂ? റോഞ്ചസ്റ്റർ മാത്രമാണ്. കാരണം റെയിനിക്ക് റോഞ്ചസ്റ്ററും സീറ്റിലും ഉണ്ടെങ്കിലും കോൾഡിന് റോഞ്ചസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിന് ഏത് വേരിയബിൾ ബൗണ്ട് ചെയ്താലും മാത്രമേ ഈ ഒരു റൂള് സാറ്റിസ്ഫൈ ചെയ്യും. എക്സിന് റോഞ്ചസ്റ്റർ ബൗണ്ട് ചെയ്താൽ മാത്രമേ ഇത് റൂള് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അത് നമുക്ക് അറിയാം. ഓക്കെ, എക്സിന് എന്തൊക്കെ വേരിയബിൾസ് ബൗണ്ട് ചെയ്യാം? റെയിനിക്ക് എന്തൊക്കെ വേരിയബിൾ ബൗണ്ട് ചെയ്യാം? സീറ്റിലും റോഞ്ചസ്റ്ററും ബൗണ്ട് ചെയ്യാം.
കോൾഡിന് എന്ത് വേരിയബിൾ മാത്രമേ ഉള്ളൂ? റോഞ്ചസ്റ്റർ മാത്രമേ ബൗണ്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഈ 3 റൂളും ഈ 3 ഫാക്ട് വെച്ചിട്ട് ഈ റൂള് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ എക്സിന് ഏത് വാല്യൂ വരാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ റൂൾ വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കേസിൽ നമുക്കറിയാം എന്താണ് എക്സിന് റോഞ്ചസ്റ്റർ വെച്ചാലാണ് ഈ ഒരു റൂള് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യം നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ എന്താ നടക്കുന്നത്? ഗോളിൽ നിന്നാണ് നമ്മൾ എന്തിലോട്ട് ഡിറൈവ് ചെയ്ത് പോകുന്നത്? എക്സിന് ഏത് വേരിയബിളാ എന്നുള്ളത് ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യമേ നമ്മൾ എന്തെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, എക്സിന് ഇന്ന വേരിയബിൾ കൊടുത്തിട്ടല്ല എന്താണ് ഗോളിലേക്ക് എത്തുന്നത്. ആദ്യം നമ്മൾ ഗോൾ ഡിസൈഡ് ചെയ്യുന്നു, അതിന് തിരിച്ച് അങ്ങോട്ട് പോവാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഗോൾ എന്ന് പറയുന്നത് സ്നോവി സി ആണ്. സിക്ക് സ്നോവി സി, അതായത് സിക്ക് എന്തൊക്കെ സിക്ക് എന്ത് വാല്യൂബിൾ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സിക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആവാം. ഓക്കെ, നമ്മൾ സ്നോവി സി എന്നാണ് നമ്മുടെ ഗോൾ. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി ആണ് നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്നോവി എന്ന് പറയുന്ന ഇതിൽ നിന്നാണ്, സ്നോവി സി എന്ന് പറയുന്ന ഗോളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിക്ക് ഇതാണ് ഒറിജിനൽ ഗോൾ. ഒറിജിനൽ ഗോൾ എന്ന് പറയുന്നത് സ്നോവി സി ആണ്, നമ്മൾ എത്തേണ്ട ഗോൾ. അപ്പൊ സിക്ക് നമുക്ക് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? ഗോള് ഇതാണ് സ്നോവി സി. അപ്പൊ നമുക്ക് സിക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ആദ്യം സിക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ബാക്ക്വേർഡ് ചെയിൻ ജസ്റ്റ് ബാക്കിലോട്ട് മാറി. അപ്പൊ നമ്മൾ സിക്ക് എന്ത് വെച്ചു? ഗോളാണ് ഇവിടെ ഉള്ളത്, ഇതാണ് നമ്മുടെ ഗോൾ. അപ്പൊ ഈ ഗോളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് പോവാണ്. ഓക്കെ, സാധാരണ കേസിൽ ഇവിടെ അങ്ങോട്ട് പോയി ലാസ്റ്റ് ആണ് നമ്മൾ ഗോളിലേക്ക് എത്തുന്നത്. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? ആദ്യം ഗോളാണ് വെച്ചത്, അതിനുശേഷമാണ് ഗോളിൽ നിന്ന് ഇങ്ങോട്ട് ഡിറൈവ് ചെയ്ത് വരുവാണ്. ഇപ്പൊ സ്നോവി എക്സ്, അപ്പൊ സിക്ക് സ്നോവി സി, അതിന് സിക്ക് നമ്മൾ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. അതിനുശേഷം അത് സ്നോവി എക്സ് ആയി. അതിനുശേഷം സ്നോവി എക്സ് ആവണമെങ്കിൽ എന്തൊക്കെ വരണം? റെയിനി എക്സും ആയിരിക്കണം. കോൾഡ് എക്സും ആണെങ്കിൽ മാത്രമേ, ഈ ആൻഡ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ എന്ത് സാധ്യമാവും? ഈ സ്നോവി എക്സ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇനി എന്ത് ചെയ്യണം? റെയിനി എക്സും ഉണ്ട്, കോൾഡ് എക്സും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സ്നോവി എക്സ് ആവും. ഓക്കെ, അപ്പൊ റെയിനി എക്സും കൂടെ മതി, നമ്മൾ കോൾഡ് എക്സും എഴുതും. ഇനി എന്താണ് എക്സിന് എന്തൊക്കെ വാരിയബിൾ, ഈ റെയിനി എക്സിൽ എക്സിന് എന്തൊക്കെ വാരിയബിൾ കൊടുക്കാം എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. എക്സിന് എന്തൊക്കെ വാരിയബിൾ കൊടുക്കാം? റെയിനിന്റെ കേസിൽ 2 വാരിയബിൾ കൊടുക്കാം, സീറ്റിലും കൊടുക്കാം, റോഞ്ചസ്റ്ററും കൊടുക്കാം. ആദ്യം നമ്മൾ സീറ്റിൽ കൊടുത്തു എന്ന് വിചാരിക്കും. സീറ്റിൽ കൊടുത്തു, ഇവിടെ നമ്മൾ കോൾഡ് എക്സ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ എക്സിന് എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ റോഞ്ചസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് പറ്റില്ല? ഇവിടെ റെയിനി എക്സിൽ സീറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എന്ത് മാറ്റും? എക്സിന് അടുത്ത പോസിബിൾ ആയിട്ടുള്ള വേരിയബിൾ ഏതാണ്? റോഞ്ചസ്റ്റർ ആണ്. സോ റോഞ്ചസ്റ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. അപ്പൊ റെയിനി എക്സ് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? റോഞ്ചസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു. കോൾഡ് എക്സ് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? കോൾഡ് റോഞ്ചസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു. സോ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആയി, റോഞ്ചസ്റ്ററും ആണ്. സോ ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ എക്സിന് എന്ത് വാല്യൂ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും? സ്നോവി എക്സ് എന്ന് പറയുന്നത് റോഞ്ചസ്റ്റർ ആയി മാറി. ആദ്യം നമ്മൾ റെയിനി സീറ്റിൽ കൊടുത്തിരുന്നു. റെയിനി സീറ്റിൽ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ കോൾഡ് എക്സും, കോൾഡ് എന്താണ്? റോഞ്ചസ്റ്റർ ആണ്. ഒന്ന് റോഞ്ചസ്റ്ററും ഒന്ന് സീറ്റിലും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ നമ്മൾ എക്സിന്റെ വാല്യൂ ഇനി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കും. കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? റോഞ്ചസ്റ്റർ ആണ്. സോ റോഞ്ചസ്റ്റർ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയപ്പോൾ ഈ ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ മീൻസ് എക്സിന് എന്ത് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു? റോഞ്ചസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു. സോ നമ്മൾ ഗോള് ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പൊ ഗോളിൽ നിന്ന് ബാക്കിലോട്ട് പോയിട്ടാണ് നമ്മൾ ഫൈനൽ നമുക്ക് മനസ്സിലായി റെയിനി എന്ന് പറയുന്ന എക്സ് എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്? റോഞ്ചസ്റ്ററും കോൾഡ് എക്സ് റോഞ്ചസ്റ്ററും വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ ഓരോ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയത്. നേരെ മറിച്ച് മറ്റതിൽ എങ്ങനെയാണ്? ആദ്യം എക്സിന്റെ വാല്യൂ കണ്ടെത്തി അതിനുശേഷം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ പ്രലോഗിന്റെ അരിത്മെറ്റിക്കിന്റെ കാര്യമാണ് പറയുന്നത്. പ്രലോഗിന്റെ അരിത്മെറ്റിക് എന്ന് പറയുന്നത്, നമ്മൾ യൂഷ്വൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ അവൈലബിൾ ഇൻ പ്രലോഗ് ബട്ട് ദേ പ്ലേ റോൾ ഇൻ പ്രെഡിക്കേറ്റ്സ് നോട്ട് ഓഫ് ഫംഗ്ഷൻ. നമ്മൾ ഫംഗ്ഷണൽ ലാംഗ്വേജസിൽ പ്ലസ് എന്തായിട്ടാണ് ആക്ട് ചെയ്തത്? ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഇവിടെ അത് പ്രെഡിക്കേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. +2 3 എന്ന് പറയുന്നത് എന്താണ്? വിച്ച് മേ ബി ഓൾസോ ബി റിട്ടേൺ ആസ് 2 + 3. നിങ്ങൾക്ക് 2 + 3 എന്ന് എഴുതാം, +2 3 എന്ന് എഴുതാം. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം.
ഇൻഫിക്സ് ആയിട്ടും നമുക്ക് പ്രൊലോഗിൽ എഴുതാം, പ്രിഫിക്സ് ആയിട്ടും നമുക്ക് പ്രൊലോഗിൽ എഴുതാം. ഓക്കെ, അതായത് +2 3 എഴുതി കഴിഞ്ഞാൽ അത് 2 3 ആഡ് ആണ് ചെയ്യുന്നത്, പ്ലസ് ഒരു ഫംഗ്ഷൻ അല്ല. മറ്റേതിൽ ഫംഗ്ഷണൽ ലാംഗ്വേജിൽ എന്താണ്, അത് പ്രിമിറ്റീവ് ഫംഗ്ഷൻ ആയിരുന്നു. ഇവിടെ ഫംഗ്ഷൻ അല്ല, ഇവിടെ നമ്മൾ അരിത്മെറ്റിക്കിന്റെ ഓപ്പറേറ്റർ തന്നെയായിട്ടാണ് വരുന്നത്. പ്ലസ് അതായത് പ്രെഡിക്കേറ്റ്സ് ആയിട്ടാണ് വരുന്നത് 2 3. ഇത് 2 + 3ക്ക് ഇക്വലന്റ് ആണ്. നമുക്ക് ഇത് ഇങ്ങനെയും എഴുതാം 2 + 3, സാധാരണ ഇൻഫിക്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ പ്രലോഗിൽ ഒരു ഈസ് എന്ന് പറയുന്ന ഒരു പ്രെഡിക്കേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈസ് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് യൂണിഫൈസ് ഇറ്റ് ഫസ്റ്റ് ആർഗ്യുമെന്റ് വിത്ത് ദ വാല്യൂ ഓഫ് ഇറ്റ് സെക്കൻഡ് ആർഗ്യുമെന്റ്. യൂണിഫൈസ് എന്ന് പറയുന്നത് എന്താണ്, വാരിയബിളിനെ ബൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിഫൈസ് യൂസ് ചെയ്യുന്നത്. അതായത് അൺബൗണ്ടഡ് വാരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ ബൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിഫൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യൂണിഫൈസിൽ എന്താ ചെയ്യുന്നത്, അൺബൗണ്ട് വാരിയബിൾ ഒക്കെ മാറി ബൗണ്ടഡ് വാരിയബിളായി മാറും. ഈ ഈസ് ഫംഗ്ഷൻ എന്താ, ഈസ് പ്രെഡിക്കേറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് x1 + 2 എന്നാണ് എഴുതിയതെങ്കിൽ ഈ ഒരു പ്രെഡിക്കേറ്റ് ഈസ് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സംഭവങ്ങളാണല്ലോ ഉള്ളത്, രണ്ട് ആർഗ്യുമെന്റ്സ് ആണല്ലോ ഉള്ളത്, ഫസ്റ്റും സെക്കൻഡും. ഈ ഫസ്റ്റ് ആർഗ്യുമെന്റ് യൂണിഫൈസ് വിത്ത് ദ അരിത്മെറ്റിക് വാല്യൂ ഓഫ് ഇറ്റ് സെക്കൻഡ് ആർഗ്യുമെന്റ്. ഇവിടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണ്, എക്സ് ആണ്. ആ എക്സ് ആർഗ്യുമെന്റ് യൂണിഫൈസ് വിത്ത് ദ അരിത്മെറ്റിക് വാല്യൂ ഓഫ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ്. ഇവിടെ അരിത്മെറ്റിക് വാല്യൂ ഓഫ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താണ്, 1 + 2 ആണ്. സോ x = 3 എന്നാണ് ഇത് വരുന്നത്. അതായത് ഫസ്റ്റ് ആർഗ്യുമെന്റ് യൂണിഫൈസ് വിത്ത് ദ അരിത്മെറ്റിക് വാല്യൂ ഓഫ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ്. ഓക്കെ, അതാണ് ഈസ് പ്രെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് x1 + 2 എന്ന് പറയുന്നത് എക്സിനെ എന്ത് വെച്ച് യൂണിഫൈ ചെയ്യും, 1 + 2 വെച്ച് യൂണിഫൈ ചെയ്യും. ദാറ്റ് മീൻസ് എക്സിന് ബൗണ്ട് ചെയ്യും, 1 + 2 എന്ന് പറയുന്ന വാരിയബിൾ ബൗണ്ട് ചെയ്യും. സോ x = 3 ആയി മാറും. ഓക്കെ, ഇതിവിടെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് യൂണിഫൈസ് ഇറ്റ് ഫസ്റ്റ് ആർഗ്യുമെന്റ് വിത്ത് അരിത്മെറ്റിക് വാല്യൂ ഓഫ് ഇറ്റ് സെക്കൻഡ് ആർഗ്യുമെന്റ്. ഇവിടെ എന്താണ്, രണ്ട് ആർഗ്യുമെന്റ് ആണുള്ളത്, അതിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയത് യൂണിഫൈസ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ്. ഓക്കെ, സോ x = 3. നമ്മൾ അരിത്മെറ്റിക് എക്സാമ്പിളിൽ കറസ്പോണ്ടിങ് ആയിട്ട് പ്രലോഗ് നൊട്ടേഷൻ എന്താണ് വരുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 6 + 2 8 നമ്മളെ അരിത്മെറ്റിക്കിൽ നമ്മൾ പറയുന്നത്. അതിന് പ്രലോഗിൽ എങ്ങനെയാണ് പറയുന്നത്, 8 6 + 2. ഓക്കെ, 8 എന്ന് പറയുന്നത് 6 + 2 ആണ്. 6 × 2 = 12 എന്ന് പറയുന്നത് പ്രലോഗ് നൊട്ടേഷൻ എന്താണ്, 12 6 × 2. 6 - 2 8 = -2. ഇത് പ്രലോഗ് നൊട്ടേഷനിൽ എങ്ങനെയാണ് പറയുക, -2 6 - 2. 6 - 8 -2 എന്ന് പറയുന്നത് 6 - 8 ആണ്. ഇതാണ് പ്രലോഗ് നൊട്ടേഷൻ. ഇത് അരിത്മെറ്റിക് എക്സാമ്പിൾ ആണ്. ഇതാണ് ഈസ് പ്രെഡിക്കേറ്റ് ഇങ്ങനെയാണ് എഴുതുക. ഇനി നമ്മൾ അടുത്തത് ഇമ്പരറ്റീവ് കൺട്രോൾ ഫ്ലോ. അതിൽ കട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രലോഗിൽ വരുന്നുണ്ട്. എല്ലാം നമ്മൾ പഠിക്കുന്നില്ല. കുറച്ച് നമുക്ക് ഇതിലൊക്കെ ഇനി പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ചോദിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത്. കട്ട്, പിന്നെന്താണ് ഡാറ്റാബേസ് മാനിപ്പുലേഷന്റെ കാര്യങ്ങൾ, അതൊക്കെ എപ്പോഴും എക്സാമിന് കണ്ടതാണ്. ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. കട്ട് എന്ന് പറയുന്നത് ഒരു 0 ആർഗ്യുമെന്റ് പ്രെഡിക്കേറ്റ് ആണ്. ഇതിലെല്ലാം പ്രെഡിക്കേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു ആർഗ്യുമെന്റ് ഒന്നുമില്ല, അതൊരു പ്രെഡിക്കേറ്റ് ആണ്. റിട്ടൺ ആസ് ആൻ എക്സ്ക്ലമേഷൻ പോയിന്റ്, അതായത് ഒരു എക്സ്ക്ലമേഷണറി മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ചിഹ്നം. പിന്നെ സബ് ഗോൾ ഇറ്റ് ഓൾവേസ് സക്സീഡ്, അതായത് എന്താണ്, നമുക്കറിയാം ഗോൾ എപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ ഗോൾ എപ്പോഴും സക്സീഡ് ചെയ്യും. പിന്നെ യൂസ്ഡ് ടു പ്രിവെന്റ് ബാക്ക് ട്രാക്കിംഗ്, ഇത് ബാക്ക് ട്രാക്കിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് കട്ട് എന്ന് പറയുന്ന സംഭവം. കട്ട് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2-3 പോയിന്റ് പഠിച്ചു കൊടുക്കുന്നു. പക്ഷെ കട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ ഒരു സിനിമയിൽ കട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സീൻ കട്ട്. അത് ഫോർ എക്സാമ്പിൾ ഡയറക്ടർ പിന്നെ ഒരു സീൻ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് കട്ട് പറയുകയാണെങ്കിൽ അവിടെ നിർത്തി, പിന്നെ എന്താണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഇതിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയേ, മെമ്പർ എക്സ് കഴിഞ്ഞിട്ട് മെമ്പർ എക്സ്, ഇവിടെ ഒരു എക്സ്, പിന്നെ എന്താണ് ഇവിടെ ഒരു ലിസ്റ്റ് ആണുള്ളത് എക്സ്, പിന്നെ എന്താണ് ഇവിടെ ഒരു ഇതെന്താണ് വെർട്ടിക്കൽ ബാർ, ഇതിന് ശേഷമുള്ളതൊക്കെ ടെയിൽ ഓഫ് ദ ലിസ്റ്റ് ആണ്. ഓക്കെ, ഇത് ഹെഡ് ആണ്, ഇതിന് ശേഷമുള്ള ടെയിൽ ഓഫ് ദ ലിസ്റ്റ് ആണ്. പിന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, പിന്നെ ഡോട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു കട്ടിന് എക്സാമ്പിൾ ആണ്, നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, മെമ്പർ എക്സ് കോമ ഇവിടെ ഇത് ടെയിൽ ഓഫ് ദ ലിസ്റ്റ്, ഇത് ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്താണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഹെഡ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ഇത് ടെയിൽ ഓഫ് ദ ലിസ്റ്റ് ഇവിടെ ഒന്നും കൊടുത്തില്ല. ഇവിടെ എക്സ് എന്താണ് ഹെഡ് ഓഫ് ദ ലിസ്റ്റ് ഇവിടെ ഒന്നും കാണിച്ചില്ല, ഇത് ടെയിൽ ഓഫ് ദ ലിസ്റ്റ് ആണ്. പിന്നെ മെമ്പർ എക്സ് ടി, മെമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ്
ടി മെമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതെന്താണ് ആക്ച്വലി കട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ എക്സ് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു വേരിയബിൾ എക്സ് എന്തോ ആവാം, എക്സിന് എന്ത് വേരിയബിൾ ആണെങ്കിലും നിങ്ങൾക്ക് ബൗണ്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെർച്ചിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ എക്സ് എന്തോ ഒരു വേരിയബിൾ ഇതിൽ സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സെർച്ച് ചെയ്തിട്ട് ഈ എക്സ് ഹെഡ് തന്നെ നിങ്ങൾക്ക് ആ സെർച്ചിങ് കിട്ടുവാണെങ്കിൽ ബാക്കി ടെയിൽ ഓഫ് ദ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള എലമെന്റ് ഹെഡും തന്നെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ബാക്കി ടെയിൽ ഓഫ് ദ ലിസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട, അവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതായത് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, കട്ട് ചെയ്യാം. അതാണ് കട്ട് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് കൊണ്ടുള്ള യൂസേജ്. പിന്നെ ബാക്കി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണ്ട, ടെയിൽ ഓഫ് ദ ലിസ്റ്റിൽ നിങ്ങൾ നോക്കണ്ട. അതായത് നിങ്ങൾ സെർച്ച് ചെയ്യാനുള്ള സാധനം നിങ്ങൾക്ക് ഹെഡും തന്നെ കിട്ടി, ഇത് നിങ്ങൾ ടെയിൽ ഓഫ് ദ ലിസ്റ്റ് സെർച്ച് ചെയ്യേണ്ട. ഓക്കെ, ഇനി അല്ല ഇവിടെ എക്സ് ഹെഡിലില്ല, ഹെഡിലില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ് ടെയിൽ ഓഫ് ദ ലിസ്റ്റിൽ ഉണ്ടോ, മെമ്പർ ആണോന്ന് ഇവിടെ എക്സ് ടെയിൽ ഓഫ് ദ ലിസ്റ്റിൽ മെമ്പർ ആണോന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If the first clause succeed, then we need not execute the second clause. ഇവിടെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ സക്സീഡ് ആണെങ്കിൽ ലിസ്റ്റ് കട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് സെക്കൻഡ് ക്ലോസ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട. അതാണ് കട്ട് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് കൊണ്ടുള്ള യൂസേജ്. ഓക്കെ, ഇതാണ് കട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു 2-3 സെന്റൻസ് എന്താണ്, കട്ടിൽ എന്തുണ്ടാവും, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. പിന്നെ എപ്പോഴും അതൊരു ഗോൾ സക്സീഡ് ചെയ്യും. ഒന്നുകിൽ എന്തായിരിക്കും ഉണ്ടാവും, അത് ഹെഡിലുണ്ടാവും, അല്ലെങ്കിൽ അത് ടെയിലുണ്ടാവാം. ഓക്കെ, അതൊരു 0 ആർഗ്യുമെന്റ് പ്രെഡിക്കേറ്റ് ആണ്. പിന്നെ എന്താണ്, പ്രിവെന്റ് ബാക്ക് ട്രാക്കിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എക്സ് ഏതോ വേരിയബിൾ ആവാം, അത് നമ്മൾ മെമ്പർ ആണോ, മെമ്പർ ഫംഗ്ഷന്റെ മീനിങ് എന്താണ്, മെമ്പർ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, മെമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, എന്തെങ്കിലും വേരിയബിൾ ഇതിലുണ്ടോ, ഈ ലിസ്റ്റിലുണ്ടോ. അത് നമ്മൾ ഹെഡിൽ തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക്. പിന്നെ സെക്കൻഡ് ക്ലോസ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കട്ട് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡാറ്റാബേസ് മാനിപ്പുലേഷൻ. നമ്മൾ ഇതിൽ ഡാറ്റാബേസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രലോഗിൽ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. ഫോർ ഡാറ്റാബേസ് മാനിപ്പുലേഷൻ നമ്മൾ എങ്ങനെയാണ് പ്രലോഗിൽ ടേമിനെയൊക്കെ ഡാറ്റാബേസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡാറ്റാബേസിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് എപ്പോഴും ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്, എന്നാണ് ഞാൻ അടുത്ത നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് ഒരു ഡാറ്റാബേസിന്റെ നല്ല നമ്മുടെ ഫാക്ട് 3 ഒരു റൂൾ ഉണ്ട്. അതിനെ ജസ്റ്റ് ഡാറ്റാബേസിൽ റെപ്രസെന്റ് ചെയ്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പഠിക്കേണ്ടത് ഇതാണ്. അതായത് ഡാറ്റാബേസിൽ Prolog program can add clauses to database within built-in function, assert or remove them with retract. അതായത് നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു റൂളും എന്താണ് ഒരു ഫാക്ട്, കുറേ ഫാക്ട്സും കുറച്ച് റൂളും ഉണ്ട്. അതിന്റെ ഡാറ്റാബേസിലെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഡാറ്റാബേസിൽ MySQL ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഡാറ്റാബേസിൽ ആഡ് ചെയ്യുന്നത്, ഇൻസേർട്ട് വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത്, ഡിലീറ്റ് വെച്ചിട്ട് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അതിന് കുറേ ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊലോഗിൽ ഡാറ്റാബേസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അസേർട്ട് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ്. റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റീട്രാക്ട് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ്. എപ്പോഴും ചോദിക്കുന്നതാണ് അസേർട്ട് എന്താണ്, റീട്രാക്ട് എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റെയിനി എക്സിന് എന്തൊക്കെ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. എക്സിന് സീറ്റിലും ഉണ്ട്, എക്സിന് റോഞ്ചസ്റ്ററും ഉണ്ട്. ഓക്കെ, റെയിനി എക്സ് ആകുമ്പോൾ എക്സിന് 2 കാര്യങ്ങളുണ്ട്. ഇനി അടുത്തത് നമുക്ക് റെയിനി എക്സിന് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു വേരിയബിളും കൂടെ നിങ്ങൾക്ക് ഡാറ്റാബേസിൽ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എന്ത് പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യുന്നത്, അസേർട്ട് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് അസേർട്ട് റെയിനി സൈറാക്യൂസ് എന്ന് പറയുന്ന വേറൊരു ടേമും കൂടെ നമ്മൾ റെയിനിക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അസേർട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളിലോട്ട് നിങ്ങൾ സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. ഇനിയും ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്, അപ്പോൾ സ്റ്റുഡൻറ് ഇപ്പോൾ 2 ആഡ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു 3ാമത്തെ സ്റ്റുഡൻറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3ാമത്തെ സ്റ്റുഡൻറ്റും കൂടെ ആ ഡാറ്റാബേസിലെ മെമ്പറായി വന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ്, റെയിനിക്ക് സൈറാക്യൂസ് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എന്താണ്, റെയിനി എക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടേംസ് വരാം, സീറ്റിൽ വരാം, റോഞ്ചസ്റ്റർ വരാം, സൈറാക്യൂസ് വരാം. ഓക്കെ, പുതിയൊരു സാധനം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അസേർട്ട് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റീട്രാക്ട് എന്ന് പറയുന്ന
പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റീട്രാക്ട് റെയിനി റോഞ്ചസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? റോഞ്ചസ്റ്റർ എന്ന് പറയുന്ന സാധനം റെയിനിന്ന് ഡിലീറ്റ് ചെയ്തു. സോ ഇനി അടുത്ത് എന്തായിരിക്കും? എക്സിന് എന്തൊക്കെ കാര്യങ്ങളെ വരാനുള്ളൂ? റെയിനി എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് എന്തൊക്കെ കാര്യങ്ങളെ ബൗണ്ട് ചെയ്യാൻ പറ്റും? സീറ്റിലും സൈറാക്യൂസും മാത്രം. കാരണം എന്താണ്? റോഞ്ചസ്റ്റർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് രണ്ട് പ്രെഡിക്കേറ്റ്സ്. ഡാറ്റാബേസിലെ മാനിപ്പുലേഷൻ ഫംഗ്ഷനിലെ രണ്ട് കാര്യങ്ങൾ, അസേർട്ട് ആൻഡ് റീട്രാക്ട്. ഇനി അടുത്തതാണ് ഫങ്ക്ചർ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ്. ഫങ്ക്ചർ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിന്റെ 3 ടേമാണ് ടി എഫ് എൻ. ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ടി എഫ് എൻ പ്രെഡിക്കേറ്റ്. നമ്മൾ അസേർട്ട് പ്രെഡിക്കേറ്റ് പഠിച്ചു, റിട്രാക്ട് പ്രെഡിക്കേറ്റ് പഠിച്ചു, ഈസ് പ്രെഡിക്കേറ്റ് പഠിച്ചു. എല്ലാം പ്രെഡിക്കേറ്റ് ആണ് വരുന്നത്. ഈസ് പ്രെഡിക്കേറ്റ് ആണ്, ഫങ്ക്ചർ ഒരു പ്രെഡിക്കേറ്റ് ആണ്, റിട്രാക്ട് ഒരു പ്രെഡിക്കേറ്റ് ആണ്, അസേർട്ട് ഒരു പ്രെഡിക്കേറ്റ് ആണ്. ഈ ഫങ്ക്ചർ എന്ന് പറയുന്നത് ഈ ഒരു പ്രെഡിക്കേറ്റ് സക്സീഡ് ആവുക ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഒരു ടേം ആയിരിക്കണം വിത്ത് ഫങ്ക്ചർ എഫ് ആൻഡ് അരിറ്റി എൻ. അരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ അരിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫങ്ക്ചർ FOO ABC, FOO3. ഇതെന്താണ്? ഈ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടി എന്ന് പറയുന്നത് എന്താണ്? ടേം ആണ്. ടി ഈസ് എ ടേം വിത്ത് ഫങ്ക്ചർ. ടി ഈസ് എ ടേം വിത്ത് ഫങ്ക്ചർ എഫ്. അതായത് FO എന്ന ഫംഗ്ഷന്റെ ആ ഫങ്ക്ചറുടെ പേരെന്താണ്? FO എന്നാണ്. അപ്പൊ ടേം എന്താണ്? FOO ABC എന്ന് പറയുന്ന ടേം ഉണ്ട് ഇവിടെ. എഫ് എന്ന് പറയുന്നത് എന്താണ്? FO ആണ്. നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എത്രയാണ് ഇതിലുള്ളത്? 1 2 3. ഓക്കെ, ഇതൊരു ഫങ്ക്ചർ ആണ്. ഇതെന്താണ്? സക്സീഡ് ചെയ്യും. കാരണം ഇത് ആ ഫോർമാറ്റിലാണുള്ളത്. ടി എഫ് എൻ. ടി എന്ന് പറയുന്നതാണ് ഈ ടേം, എഫ് എന്ന് പറയുന്നത് എന്താണ്? FOO എന്ന് പറയുന്നതാണ്, 3 എന്ന് പറയുന്നത് അരിറ്റിയാണ്. ഇതിലുള്ള നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എത്രയാണോ അതാണ് 3. ഓക്കെ, ഇവിടെ പിന്നെ നമ്മൾ വേണമെങ്കിൽ FOO ABC FN. അപ്പൊ എഫ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫൂ ആണ്. ഓൾറെഡി നമുക്കറിയാം ഫൂ ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് അരിറ്റി 3 ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ഇതിന് ഫങ്ക്ചറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് മാത്രമേ നിങ്ങൾ അറിയേണ്ടൂ. ഫങ്ക്ചർ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നതിൽ 3 ടേം ഉണ്ടാവും. ടി ഉണ്ടാവും, എഫ് ഉണ്ടാവും, എൻ ഉണ്ടാവും. ടി എന്ന് പറയുന്നത് ടേം ആണ്. അത് ടേം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ എന്താണ്? എഫ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ നെയിം ആണ്. എന്താണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ നെയിം ആണ്. പിന്നെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. അതിലുള്ള ആ ഫംഗ്ഷനിൽ എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട് അതാണ് എൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് ഈ ഒരു എക്സാമ്പിളും എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇത് ഇവിടെ പല രീതിയിൽ എഴുതാം. അതിന് ഫങ്ക്ചർ TFOO3. ടി എന്ന് പറയുന്നത് എന്താ? ടി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. ടി എന്ന് പറയുന്നത് FOO 10 37 24. ഇതാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് ഒരു ഫങ്ക്ചർ ആണ്. ആ ഫങ്ക്ചറിന്റെ ടേം ആണ് നമ്മൾ കംപ്ലീറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ നെയിം ഇവിടെ അറിയാം, FO ആണ്. അതിന് എത്ര പാരാമീറ്റർ ഉണ്ട്? 3 പാരാമീറ്റർ ഉണ്ട്. കാരണം 1 2 3. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഇത് പല രീതിയിൽ എഴുതി കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ARG എന്ന് പറയുന്ന അടുത്ത പ്രെഡിക്കേറ്റ്. ARG NTA succeed if and only if its first 2 argument N and T are instantiated. N is a natural number, T is a term, and A is the nth argument of T. ഇതൊന്നുമില്ല. ആർഗ്യുമെന്റ് 3, FOO ABC, A. ഈ 3 ടേം എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് അരിറ്റി. നമ്പർ ഓഫ് അരിറ്റി എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ടേമിൽ എത്ര ആർഗ്യുമെന്റ് ഉണ്ടോ അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. അതിൽ എത്ര ആർഗ്യുമെന്റ് ഉണ്ട്? 3 ആർഗ്യുമെന്റ് ഉണ്ട്. ഓക്കെ, അതാണ് ടി ടേം. അത് നമുക്കറിയാം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അരിറ്റി ആണ്. പിന്നെ അടുത്തുള്ളത് എന്താണ്? എ ആണ്. എ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോറി. ഇവിടെ T is a term. Okay, T is a term. And A is the nth argument of T ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. nth argument of T നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് A എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ nth ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ആർഗ്യുമെന്റ് ആയിരിക്കുമല്ലോ. ഇവിടെ T എന്ന് പറയുന്നത് നമ്പർ ഓഫ് അരിറ്റി. ഇതൊരു ടേം ആണ്. A എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? nth ആർഗ്യുമെന്റ്, ഏറ്റവും ലാസ്റ്റ് ആർഗ്യുമെന്റ് ഓഫ് A എന്താണ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? N എത്ര അരിറ്റി ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ nth ആർഗ്യുമെന്റ് ഏതായിരിക്കും? C ആയിരിക്കുമല്ലോ, ഏറ്റവും ലാസ്റ്റ് ഉള്ള എലമെന്റ് എന്ന് പറയുന്നത്. സോ A ഈക്വൽ ടു C. ഇതാണ് ഒരു ആർഗ്യുമെന്റ് N, T, A എന്ന് പറയുന്ന പ്രിഡിക്കേറ്റിന്റെ ഒരു എങ്ങനെയാ അതിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അതെന്താ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ARG 3, FOO ABC, A. A is the nth ആർഗ്യുമെന്റ് ഓഫ് ടി ആണ്. ടി ടേമിലെ nth ആർഗ്യുമെന്റ് ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് വരിക. N എന്താണ്? എത്ര ആർഗ്യുമെന്റ് എന്നുള്ളതാണ് പറയുന്നത്. FOO ABC എന്ന് പറയുന്നത് ടേം ആണ്.
ആ ടേം ഒരു ഫങ്ക്ചർ ആയിട്ടാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് ലോജിക് പ്രോഗ്രാമിംഗ് ആണ്. അത് ഞാൻ പറയുന്നില്ല. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ്. കുറച്ച് ലിമിറ്റേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. PPT ഷെയർ ചെയ്തിരുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി. അതായത് ലിമിറ്റേഷൻസ് ഓഫ് ലോജിക് പ്രോഗ്രാമിംഗ് ആണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ വായിച്ചാൽ മതി. ലോജിക് പ്രോഗ്രാമിൻ്റെ ലിമിറ്റേഷൻസ്.